വളരെ രസകരമായിട്ടുള്ള ചില കഥകൾ പറഞ്ഞേക്കാനുണ്ട്. ഈ ചില ഒരു മഹർഷി ഉണ്ടായിരുന്നു, അദ്ദേഹം ഭഗവാനെ മാത്രമേ നമസ്കരിക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. സ്ത്രീകളെ പൊതുവിൽ നമസ്കരിക്കില്ല. ഭഗവാനെ മാത്രം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറയും. രാവണൻ ഭഗവാനെ നമസ്കരിക്കുമ്പോൾ എപ്പോഴും ഭഗവാന്റെ വലത്തെ കാലിന്റെ ചുവട്ടിൽ പോയി നമസ്കരിക്കണം. എന്തിനാ അങ്ങനെ ചെയ്യണേ? ഇടതുവശം അമ്മയാണ്, അമ്മയെ നമസ്കരിക്കില്ല. വലതുവശത്ത് ചേർന്ന് നമസ്കരിക്കുന്നത്. കാരണം ഭഗവാനെ മാത്രമേ നമസ്കരിക്കുള്ളൂ, വേറെ നമസ്കരിക്കില്ല. ഒരു മഹർഷി ഭഗവാനെ മാത്രമേ നമസ്കരിക്കുള്ളൂ എന്ന് കരുതി അദ്ദേഹം ഒരു വണ്ടായിട്ട് ഭഗവാന്റെ കാലിന്റെ ചുറ്റും വട്ടം കറങ്ങിയതായിട്ട് കഥ പറയുന്നത്. അദ്ദേഹത്തിന് അമ്മയെ ധിക്കരിക്കുക ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഈ ശരീരത്തെ നോക്കാത്തവൻ, ശരീരത്തിനകത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. ശരീരത്തെ വേണ്ടും വണ്ണം നോക്കാത്തവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ശരീരത്തെ ധിക്കരിക്കുക എന്നുള്ളതിലൂടെ അമ്മയെ ധിക്കരിക്കുക എന്നുള്ളതാണ് അറിയാം. ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ ഉപാസിക്കാനും ഭഗവാനെ ഇവിടെ വന്ന് കാണാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. അതായത് അമ്മ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രം കണ്ടിട്ടുണ്ടാവും, ഭഗവാന്റെ കല്യാണം എന്ന് വെച്ചാൽ ഉമാഭഗവതിയായിട്ട് ഭഗവാന്റെ വിവാഹം. അതില് ഭഗവാൻ മഹാദേവന്റെ കൈയും ഉമാഭഗവതിയുടെ കൈയും ചേർത്ത് ഒരാള് ഈ കന്യാദാനം നടത്തുന്ന ചിത്രം കാണാം, കണ്ടിട്ടുണ്ടാവും. ചിലയിടങ്ങളിൽ കൈ പിടിച്ചു കൊടുക്കുന്നത് ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഗുരുവായൂരപ്പനായിരിക്കും, ചിലയിടങ്ങളിൽ കൈ പിടിച്ചു കൊടുക്കുന്നത് ഹിമവാനായിരിക്കും. രണ്ടും വൈഷ്ണവായിട്ടാ പറയുക. ഇതിന് എന്താ മനസ്സിലാക്കണ്ടേ? ഭഗവാനാകുന്ന ആത്മാവിനെ ശക്തിയാകുന്ന ശരീരത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു വൈഷ്ണവ ശക്തിയാണ്. അതിന് വ്യൂഹിനി. എപ്പോ ഈ വ്യൂഹിനി ഈ പിടുത്തം വിടുന്നോ, ഈ ഭഗവാന്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് ഇരിക്കാൻ, തപസ് ചെയ്യാൻ, ഓടിപ്പോവാൻ ഇഷ്ടം. അപ്പോ ഭഗവാൻ ശരീരത്തിൽ നിന്ന് മാറി. ശരീരത്തിൽ നിന്ന് ഭഗവാൻ മാറിക്കഴിഞ്ഞാൽ ശിവം എന്താവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ ശിവത്തിലെ ഈ ഇകാരം, ഈ വള്ളി, അത് ഭഗവതിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവതി കൂടി ഇരിക്കുന്ന നാട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കേവലം പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഭഗവാന്റെ ഉത്ഭവം എവിടെ നിന്നുണ്ടായി, എവിടെ നിന്ന് ഈ ശിവൻ എന്ന് പറയുന്ന ഒരു മൂർത്തി ആവിർഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം, ഈ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് കേമൻ എന്നറിയാനുള്ള ഒരു പരീക്ഷണം നടത്തിയെന്നും അതില് ഭഗവാൻ അവരുടെ മുമ്പിൽ ഒരു സമയത്ത് അഗ്നിസ്തംഭമായിട്ട് വന്ന് അവതരിച്ചു എന്ന് പറയാറുണ്ട്. ഇതൊരു പാരമ്പര്യത്തിലുള്ള, നമുക്ക് പുരാണത്തിലൊക്കെ കാണാൻ പറ്റുന്ന കഥയാണ്. ഇതല്ലാത്തൊരു കഥ പറയുന്നു, അത് ഉത്തരകാശി എന്ന് പറഞ്ഞൊരു കഥയായിട്ടാണ് പറയുക. ഉത്തരകാശിയില് ഒരു വിഭാഗം ആളുകൾ അവിടെ താമസിച്ചിരുന്നു. ഈ മനുഷ്യന് സ്വാഭാവികമായിട്ടും ഒറ്റ വികാരമുള്ളൂ പറയുന്നു. അത് സന്തോഷമല്ല, വിഷമല്ല, അസൂയയല്ല, കുശുമ്പല്ല, ആദിയാണ്. എപ്പോഴും ടെൻഷൻ. സ്ഥായി ഭാവം മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ ടെൻഷനാണ്. എല്ലാം കിട്ടിയാലും അടുത്തത് എന്താവും എന്നുള്ള ആശങ്ക അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടാവും എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ടെൻഷനുള്ള ഒരു കൂട്ടം ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു. അവിടെ ഒരിക്കൽ ഒരു യുവാവ് പരിപൂർണ നഗ്നനായിട്ട് മഞ്ഞിന്റെ നിറത്തോടു കൂടി, തൂവെള്ള നിറത്തോടു കൂടി ഉള്ള ശരീരമായി, അഗ്നി തോൽക്കുന്ന നിറത്തിലുള്ള ജടയുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തെ കണ്ട് ഈ ഗ്രാമവാസികളായിട്ടുള്ള ആളുകളുടെ സ്ത്രീജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആഗ്രഹം തോന്നി. അവരൊക്കെ ആകർഷകരായി പറയും. ഇത് കണ്ട് ബുദ്ധിമുട്ടിലായിട്ടുള്ള അവിടുത്തെ ചില ആചാര്യന്മാർ, ഈ മനുഷ്യൻ ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല, തങ്ങൾക്കൊക്കെ തങ്ങളുടെ ഭാര്യമാരെയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ ഇദ്ദേഹത്തെ വധിക്കാനായി 2 മൃഗങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം ഒരു വ്യാഘ്രത്തെ സൃഷ്ടിച്ചു, ഒരു പുലി. ഈ പുലിയെ പറഞ്ഞു വിട്ടു. ഈ മനുഷ്യൻ ഒറ്റ അടിക്ക് ആ പുലിയെ കൊന്നു. ആ പുലിയുടെ തോലുരിഞ്ഞു, ആ തോലെടുത്തു. പുലിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു ആനയെ ഉണ്ടാക്കി വിട്ടു എന്നാണ്. ഗജത്തിന് പുലിയെ തല്ലിക്കൊല്ലേണ്ട അത്ര പ്രയാസം ഉണ്ടായില്ല ആനയെ കൊല്ലാനാണ്. ഒറ്റ അടിക്ക് അതിനെയും തീർത്തു, അതിന്റെ തോലെടുത്തു, അത് പൊതച്ചു. ഭഗവാൻ എടുത്തിരിക്കുന്നത് പുലിയുടെ തോലും പുതച്ചിരിക്കുന്നത് ആനയുടെ ചർമ്മമാണ്, ഗജത്തിന്റെ ചർമ്മം. ഇത് രണ്ടും കണ്ടു നമുക്ക് മനസ്സിലായി ഇയാൾ സാധാരണക്കാരനല്ല.
സിദ്ധ പാരമ്പര്യത്തിൽ ഭഗവാൻ ഇങ്ങനെ ഒരു കഥ പറയാറുണ്ട്. ഒപ്പം പറയുന്ന വേറൊരു രീതിയുണ്ട്. ഇദ്ദേഹം സദാ ആനന്ദചിത്തനായിട്ട് കാണുന്നു. ഇയാൾക്ക് എപ്പോഴും സന്തോഷം, ഏത് വികാരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആദി മൂപ്പർക്കില്ല. ഇയാളെ എപ്പോ കാണുമ്പോൾ ചിലപ്പോൾ ഇയാൾ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ സന്തോഷം കൊണ്ട് കരയുന്നുണ്ടാവും. എപ്പോഴും എപ്പോഴും ആ മനുഷ്യന്റെ മുഖത്തു നിന്നും ശരീരത്തു നിന്നും ആനന്ദം മാത്രം പ്രസരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. അങ്ങനെയുള്ള ആ മനുഷ്യനെ കാണാൻ ഇവർ കുറച്ചുപേര് പോയി എന്നാണ്. ഇദ്ദേഹം ഒരാളെ അടുപ്പിച്ചില്ല, കല്ലെടുത്തെറിഞ്ഞു, ചീത്ത വിളിച്ചു, വണ്ടി കൊണ്ട് തല്ലാൻ പോയി, കുറെ പേരെ ഓടിപ്പോയി. ഇയാളുടെ നിന്ന് മാത്രമേ ശാശ്വതമായിട്ടുള്ള ആനന്ദം കിട്ടൂ എന്ന് വെച്ച് 7 പേര് അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. അയാള് എന്തൊക്കെ ചീത്ത പറഞ്ഞിട്ടും എത്രയൊക്കെ പ്രകോപിപ്പിച്ചിട്ടും ഈ 7 പേര് മാത്രം എണീറ്റ് പോയില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദം ഞങ്ങൾക്ക് നിറവേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിച്ചത്. ഒന്നും മിണ്ടിയില്ല. എത്രയോ കാലം, എത്രയോ യുഗങ്ങൾ ഇവരിങ്ങനെ കാത്തിരുന്നതാണ്. ഒരിക്കലും അടുത്തേക്ക് വിളിച്ചു, എന്റെ മക്കൾ മാറണം. ഭഗവാൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ നല്ല വലത് കാലെടുത്ത് മുകളിലേക്ക് കയറ്റി ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രൂപം ദക്ഷിണാമൂർത്തി തെക്കോട്ട് നോക്കിയിട്ടുള്ള ഭഗവാന്റെ ഗുരുഭാവത്തിൽ ഇരുന്നതാണ് ചിന്മുദ്ര ധരിച്ച് പഠിപ്പിച്ചു കൊടുത്തു അവർക്ക് വേണ്ടതൊക്കെ. പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഭഗവാന്റെ പഴയ സ്വഭാവം കടന്നു പോകുന്നുണ്ടോ, എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്കൊക്കെ വേണ്ടതൊക്കെ ഞാൻ തന്നില്ലേ, നീ എന്തിനാ ഇവിടെ കിടക്കോ? എത്രയോ യുഗങ്ങളായിട്ട് ഇവിടെ വന്നിരുന്ന വീട് കാലം പോയതും ദേശം പോയതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവർക്ക് ആരുമില്ല, തിരിച്ചു പോവാൻ അവിടെ ബന്ധുക്കളോ ആരും തന്നെ ബാക്കിയില്ല. അവര് പിന്നെയും പിന്നെയും ഭഗവാൻ ഇങ്ങനെ പറ്റിക്കൂടി നിന്നു എന്നാണ്. ഭഗവാൻ വളരെയധികം ദേഷ്യത്തോടു കൂടി പുറത്താക്കി. ഭഗവാൻ എപ്പോഴും ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്, ശിവൻ പ്രത്യേകിച്ച് ഭഗവാന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ല. ഒരു ചിത്തഭ്രമത്തിന്റെ ഒരു ഉന്മാദാവസ്ഥ എപ്പോഴും കാണിക്കുന്ന ഒരാളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ചിത്തഭ്രമത്തിന്റെ അല്ലെങ്കിൽ ഈ അപസ്മാരത്തിന്റെ ഒക്കെ മൂർത്തിയെ തന്നെ ഭഗവാൻ തന്റെ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കുന്നത്. അതിന്റെ അധിപനാണ് ഭഗവാൻ. ആട്ടിവിട്ടു എല്ലാവരും 7 പേര്. വളരെ വിഷമത്തോടു കൂടി ഇവർ നടന്നു പോകുമ്പോ ഭഗവാൻ കൈകൊട്ടി അടുത്തേക്ക് വിളിച്ചു പറയും. ആട്ടിവിട്ട ആളാ, അദ്ദേഹം തന്നെ തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിച്ചപ്പോ ചോദിച്ചു, എങ്ങടാ പോണേ, എനിക്ക് ദക്ഷിണ ചോദിച്ചു. ദക്ഷിണ ചോദിച്ചു. ഇവരടുത്ത് കൊടുക്കാൻ എന്ത് ദക്ഷിണയുള്ളത്? ഒരു ദക്ഷിണയില്ല. അവരെല്ലാവരും ഭഗവാന്റെ കാൽക്കൽ വീണ്ടും പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾക്ക് സ്വത്തായിട്ടുള്ളത് അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആത്മജ്ഞാനം മാത്രമാണ്, അതിതാ ഞങ്ങൾ അവിടുത്തെ കാൽക്കൽ നിന്ന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചതാണ്. കേട്ടപ്പോ സന്തോഷമായിട്ടായി അദ്ദേഹം 7 പേരെ കെട്ടിപ്പിടിച്ചത് പറഞ്ഞേ, ഇപ്പൊ ഞാനും നിങ്ങളും ഒന്നുമില്ലാത്തവരായില്ലേ. ആ ഭഗവാൻ സന്ദർശികൾക്ക് ഭഗവാൻ ഈ ആത്മജ്ഞാനം കൊടുത്തതിന്റെ ഒരു കഥ ഇങ്ങനെ പറയാനുണ്ട്. ഭഗവാൻ ഒന്നും വേണ്ട, എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം ശിവനുള്ളത് പോലെ വേറെ ആരില്ല. ഞാൻ എല്ലായിടത്തും പറയാനുള്ള ഒരു കാര്യമാണ്, പ്രഭാഷണങ്ങൾ കേട്ട ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പന്റെ ആള് എന്നൊരു കൃതി അങ്ങനെ ഇല്ല കേട്ടോ. ഗുരുവായൂരപ്പന്റെ ആള് ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ, എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ഈ ഈശ്വരമംഗലത്തപ്പനാണെന്ന് ഓർത്തോളൂ. ഗുരുവും വായും കൊണ്ടുവന്ന വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണം എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ രുദ്രഗീത ഉപദേശിച്ചിരുന്ന തന്റെ സ്വന്തം സ്ഥലം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി മാറി ഇരുന്ന് കൊടുത്തു എന്നാണ്. ആണോ അല്ലയോ? ആണ്. അങ്ങനെ ഭഗവാൻ മാറി ഇരുന്നുകൊണ്ട് ഭഗവാന്റെ മഹിമ അത്രത്തോളമുള്ള ഊരായതുകൊണ്ട് മഹിമയൂർ എന്ന് പേര് വരികയും അത് ലോപിച്ച് പിന്നീട് മമ്മിയൂരായി മാറുകയും ചെയ്തു എന്ന് കഥ പറയുന്നു. അപ്പൊ ഗുരുവായൂരപ്പൻ ഇന്ന് നമുക്ക് ഒരു വിഷമം വരുമ്പോ ഓടിപ്പോയി ഉണ്ണീന്ന് വിളിച്ച് കാണാൻ ഒരു ഗുരുവായൂരപ്പൻ ഉണ്ടായത് ആര് കാരണം? മഹാദേവൻ കാരണമാണോ അല്ലയോ? ഉറക്കെ പറയും. ആണ്. എന്നിട്ടും നമ്മൾ ഭഗവാനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പലപ്പോഴും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോകാനൊരു ഭാഗ്യം എന്റെ ജോലി ആവശ്യമായിട്ടും അല്ലാതെ ഇപ്പൊ കൂടുതലായിട്ടും പോകാനൊരു ഭാഗ്യം എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പൊതുവിൽ കാണുന്നൊരു കാര്യം പറയട്ടെ, വിഷമുണ്ടാവുമോ? വിഷമിക്കരുത്. ഞാൻ പൊതുവിൽ പറയുന്നതാണ്. ഈശ്വരമംഗലത്തുള്ള ആൾക്കാരൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല എന്ന് എനിക്കറിയാം. പൊതുവിൽ കാണുന്നത് 5 മണിക്കൂറും 4 മണിക്കൂറും 3 മണിക്കൂറും ക്യൂ നിന്ന് ഗുരുവായൂരപ്പനെ കാണാൻ നമുക്കൊരു മടിയില്ല. എത്രയോ സെക്കൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം പറയാനില്ല. ഭഗവാനെ വിസ്തരിച്ച് നമ്മൾ തൊഴും.
ആ ഭഗവാന്റെ കന്യമൂല സ്ഥാനത്തിരിക്കുന്ന ഗണപതി ഭഗവാനെ തൊഴും. പിന്നെ അവിടെ ഇപ്പൊ കുറെ തൂണിലൊക്കെ പ്രതിമ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഗുരുവായൂരപ്പനെ കാണുന്നതുകൊണ്ട് സകല തൂണിലും തൊഴുന്ന ആൾക്കാരുണ്ട്. അറിയാം, തൂണുകളിൽ നമുക്ക് മുരുകനും അവിടെ ഹനുമാൻ സ്വാമി ഒക്കെ ഉണ്ട്. എല്ലാരും നടന്നു തൊഴും. തൊഴുത് കഴിഞ്ഞ് കൊടിമരത്തിന്റെ അവിടെ വന്ന് ഭയങ്കര തിരക്കാണ്. അകത്തേക്ക് കഷ്ടപ്പെട്ടൊക്കെ നോക്കി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം എന്തെങ്കിലും ഒന്ന് കാണുമെങ്കിൽ അത് പിന്നെയും കാണാൻ നിൽക്കും. അയ്യപ്പസ്വാമിയെ തൊഴും. അയ്യപ്പസ്വാമിയെ തൊഴുത് വടക്കേ വാതിൽ മാടത്തിൽ പോയി ഇടത്തിരികത്ത് കാവ് ഭഗവതിയെ വിസ്തരിച്ച് തൊഴും. തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുള്ള ഒരു പ്രത്യേകതയാണ്, എപ്പോഴാണ് കറങ്ങുക എന്നറിയില്ല. ഒരു പോയിന്റ് എത്തുമ്പോ അവിടെ നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ കറങ്ങും. എവിടേക്കോ നോക്കി കറങ്ങുന്നതാണ്. ഗുരുവായൂർ ദേവസ്വം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പൊ വിശേഷമായിട്ട്. എന്ത്? ഗുരുവായൂർ ദർശനം പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ മമ്മിയൂർ പോയി ദർശനം നടത്തണം എന്നാണ് കീഴ്വഴക്കം. അങ്ങനെയുള്ള സങ്കല്പത്തിൽ ഭക്തർ ഇവിടുന്ന് വടക്കോട്ട് നോക്കി തൊഴുന്നതാണ്. എവിടേക്ക് പോവില്ല? പോരണ്ടോ? പോരണ്ട. ഈ തമാശക്ക് പറയുന്നതാട്ടോ. ഗുരുവായൂർ ഈ അടുത്തുണ്ടായ ഒരു വളരെ പ്രശസ്തമായിട്ട് റെസ്റ്റോറന്റ് ഉണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഫീസിലേക്ക് അടുത്ത് വളരെ പ്രസിദ്ധമായിട്ട് റെസ്റ്റോറന്റ് ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ആ റെസ്റ്റോറന്റിലേക്ക് ഏകദേശം ഒരു 750 മീറ്റർ 800 മീറ്റർ ദൂരം കൂട്ടിക്കൊള്ളു. മമ്മിയോർക്ക് ഗുരുവായൂരിന് കഷ്ടി 500 മീറ്റർ ഉള്ളൂ. എവിടെയാണ് കൂടുതൽ തിരക്ക് എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. ഞാൻ പറയുന്ന സെന്റൻസ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ എന്റെ ഗുരുവായൂരപ്പാന്ന്, ഇല്ലെങ്കിൽ ഇക്കണ്ട കഥ മുഴുവൻ ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിലൂടെ നേരിട്ടും നിങ്ങളോട് എനിക്ക് പറയാനും ഒരു ഗുരുവായൂരപ്പന്റെ കഥ ഉണ്ടാക്കി തന്നത് ഈ അകത്തിരിക്കുന്ന ഈശ്വരമംഗലത്തപ്പനാണെന്ന് മനസ്സിലാക്കാം. ആ ഭഗവാന്റെ മഹിമ അത്രത്തോളം. അതുകൊണ്ട് ഒന്നും സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ഭഗവാൻ. ദക്ഷിണയായിട്ട് പോലും ഭഗവാൻ എന്താണോ പഠിപ്പിച്ചത് സപ്തർഷികൾ അവർക്ക് അത് തന്നെ കൊടുത്തു. ഇപ്പോഴും ഭഗവാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. ആ ഭഗവാന്റെ സ്വഭാവമാണ്. ആ ഭഗവാനെ പല പേരുകളിൽ നമ്മൾ ആരാധിക്കുന്നു. മഹാദേവൻ എന്ന് വിളിക്കുന്നു, ലോകദേവൻ എന്ന് വിളിക്കുന്നു, പിനാകിനി എന്ന് വിളിക്കുന്നു, കൈലാസനാഥൻ എന്ന് വിളിക്കുന്നു, അങ്ങനെയൊക്കെ വിളിക്കുന്നു. ഇതിൽ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു രൂപമാണ് ഈ അഷ്ടമൂർത്തി എന്ന് വിളിക്കുന്നത് മഹാദേവനെയാണ്. നിങ്ങൾക്കറിയാം അഷ്ടമൂർത്തി. അഷ്ടമൂർത്തി എന്ന് പറയുന്ന ഭഗവാന്റെ പേരിന് 8 രൂപങ്ങളായിട്ടാണ് അർത്ഥം പറയുക. അതിലൊന്ന് 5 ഒരുമിച്ച് നമുക്ക് പറയാം. പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ഓർഡറിൽ പറയുകയാണെങ്കിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. 5 പിന്നെയോ സൂര്യൻ ഭഗവാനായിട്ടാണ് കണക്കാക്കുക. നിങ്ങൾ രാശി വയ്ക്കുമ്പോൾ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനമാണ് ശിവനായിട്ട് പറയുന്നത്. അച്ഛന്റെ സ്ഥാനമായിട്ടും അത് പറയും ഒരേപോലെ. ചന്ദ്രനും ശിവനാണ്. 8ാമത്തേതായിട്ട് യജമാനൻ. യജമാനൻ എന്ന് വെച്ചാൽ അർത്ഥം യജ്ഞത്തിന്റെ മാനമായിരിക്കുന്നവൻ, യജ്ഞത്തിന്റെ അളവുകോലായിരിക്കുന്നവൻ ആരോ അവനാണ് യജമാനൻ എന്നാണ്. ഒരു യാഗം നടക്കുമ്പോ ആ യാഗശാല കെട്ടി ഉണ്ടാക്കേണ്ടത് ആ യാഗത്തിന്റെ യജമാനായിരിക്കുന്ന ആളുടെ ശരീരത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് യജ്ഞത്തിന്റെ അളവായി നിൽക്കുന്നത് കൊണ്ട് യജമാനൻ എന്ന് പറയും. അങ്ങനെയുള്ള ഭഗവാന്റെ 8 രൂപങ്ങൾ. പഞ്ചഭൂതങ്ങൾ 5, സൂര്യൻ, ചന്ദ്രൻ, യജമാനൻ. ഇതിനെ 3 ചേർത്ത് എന്ത് വിളിക്കുന്നു? അഷ്ടമൂർത്തി എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ 5 ഭൂതങ്ങളിൽ പ്രധാനമായിട്ട് ഭഗവാൻ ഈ 5 എന്ന് പറയുന്ന ശബ്ദത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്കറിയാം നമഃശിവായ എന്ന് പറയുന്ന മന്ത്രത്തിന് തന്നെ നമ്മൾ എന്താ വിളിക്കുക? പഞ്ചാക്ഷരം. ആ പഞ്ചാക്ഷര സ്വരൂപിയായിട്ടുള്ള ഭഗവാന് ഭൂമിയിൽ വസിക്കുന്ന ദേവനായതുകൊണ്ട് തന്നെ പഞ്ചഭൂത സ്വഭാവം ഉണ്ട് പറയും. ഭഗവാന്റെ പഞ്ചഭൂത ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് ഭഗവാന്റെ ദേശനിവാസികളായിട്ടുള്ള നിങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടതാണ്. നോക്കൂ, ഭഗവാൻ ഒരിക്കൽ ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ ഈ ഒരു ഹണിമൂൺ പീരീഡിൽ ഭഗവാൻ ആരാണെന്ന് കൃത്യമായിട്ട് ഭഗവതിക്ക് പോലും മനസ്സിലാക്കാത്ത ഒരു സമയത്ത് അമ്മ തമാശക്ക് ഭഗവാൻ എന്തോ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പുറകിലൂടെ വന്ന് ഈ ഭഗവാന്റെ 3 കണ്ണും ചേർത്ത് ഒത്തിപ്പിടിച്ചു. തമാശക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരു 1-2 സെക്കൻഡ് പിടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അമ്മ തമാശക്ക് ചെയ്തുകൊണ്ട് കണ്ണെടുത്തു. പെട്ടെന്ന് ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്നാണ്. ലോകം മുഴുവൻ ആ സമയത്ത് ഇരുട്ടിലേക്ക് പോയി. ലോകം മുഴുവൻ ഇരുട്ടിലായതിനു വേണ്ടി പരിഭ്രമിച്ച പാർവതിയോട് ഭഗവാൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, ഒന്നും സാരമില്ല.
ബ്രഹ്മാവും സകല ദേവതകളും ഭഗവാനെ പോയി കണ്ട് നമസ്കരിച്ചു. ഭഗവാൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ലോകങ്ങൾ എത്ര കാലം കഴിഞ്ഞു? ഭഗവാനോട് അവർ പറഞ്ഞു, ഭഗവാനെ യുഗങ്ങൾ, എത്രയോ ലക്ഷം യുഗങ്ങൾ കഴിഞ്ഞു. ഭഗവാന്റെ കണ്ണ് ചെറുതായിട്ട് ആളുകൾ ഒത്തിപ്പിടിച്ചു. ഭഗവതി തമാശക്ക് ചെയ്തതാണെങ്കിലും ഭഗവാൻ പറഞ്ഞേ, ഉമ്മേ നീ ഇപ്പൊ വെറും ഒരു ഹിമവാന്റെ പുത്രിയല്ല, ലോകത്തിന്റെ മുഴുവൻ മാതാവാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്തം കൂടുതലാണ്. ഉത്തരവാദിത്തം കൂടുതലുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടല്ല തമാശകളി. ചില ആൾക്കാരുണ്ട് ഭയങ്കര സീരിയസ് ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും. അവർക്ക് അത്രയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതാണ്, മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം കൂടിയ ആളുകൾക്ക് തമാശകളെയൊക്കെ കുറച്ച് കുറയ്ക്കാം. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് പ്രവർത്തിച്ചതുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്ന അമ്മയോട് ഭഗവാൻ നേരിട്ട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയ അമ്മ ഭൂമിയിൽ വന്ന് ഭഗവാനെ ഭജിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും ആ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇവിടം തൊട്ടാണ് പഞ്ചഭൂത ലിംഗങ്ങളുടെ ആവിർഭാവം പറയുന്നത്. നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പോവാം. പഞ്ചഭൂതങ്ങൾ അടങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു. ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം ആകാശം, ആകാശത്തിൽ നിന്ന് അറ്റ്മോസ്ഫിയർ, വായു ഉണ്ടാവുന്നു. വായുവിന്റെ ഘർഷണം, രണ്ട് മേഘങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന കൂട്ടി ഉരസൽ കൊണ്ട് ആണ് ഇടിമിന്നൽ ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് അറിയാം. ആ ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ജലം ഉണ്ടാവുന്നു. ആ ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടാവുന്നു. 5 എണ്ണം: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ 5 സ്വരൂപത്തിലും മഹാദേവനെ ആരാധിക്കാം. അത് വേറെ ആർക്കുമില്ല. അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഭഗവാനെ ഭൂമിയായിട്ട് ആരാധിക്കാം, നിങ്ങൾക്ക് ഭഗവാനെ വായുവായിട്ട് ആരാധിക്കാം, നിങ്ങൾക്ക് ഭഗവാനെ അഗ്നിയായിട്ട് ആരാധിക്കാം, നിങ്ങൾക്ക് ഭഗവാനെ ആകാശമായിട്ട് ആരാധിക്കാം, എങ്ങനെ വേണമെങ്കിൽ ആരാധിക്കാം, ജലമായിട്ട് ആരാധിക്കാം. അതിന് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പോവാം. ഭൂമി എന്ന് തുടങ്ങാം. ഭൂമിയുടെ രൂപത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം എന്ന് വെച്ചാല് ഭഗവാൻ പൃഥ്വി തത്വത്തിൽ ഇരിക്കുന്ന സ്ഥലം. ഈ 5 സ്ഥലങ്ങളും തമിഴ്നാട്ടിലാണ് കേട്ടോ. സാധിക്കുമെങ്കിൽ ഇവിടുത്തെ ഭാരവാഹികളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാണ്, നമുക്ക് ഈശ്വരമംഗലത്ത് നിന്ന് ഭഗവാന്റെ പഞ്ചഭൂത ലിംഗങ്ങൾ കാണാൻ ഒരു യാത്രയൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിവിശേഷമാണ്. മോളെ തലയിടിച്ച് വീണ വളരെ വിശേഷമാണ് ഭഗവാന്റെ പഞ്ചഭൂത ലിംഗങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. അതിൽ ഭൂമി തത്വത്തിലുള്ള ഭഗവാന്റെ ലിംഗം എന്ന് വെച്ചാൽ പൃഥ്വി ലിംഗം, പാർത്ഥിവലിംഗം എന്നൊക്കെ പറയും. ഇതിരിക്കുന്നത് തമിഴ്നാട് കാഞ്ചീപുരത്തിനടുത്ത് ആണ് ഭഗവാന്റെ ഈ ഒരു വിഗ്രഹം ഉള്ളത്. അവിടെ ഒരു മാവുണ്ട്. ആ മാവിന്റെ പ്രത്യേകത, ആ മാവിൽ ഒരു മാങ്ങ മാത്രമേ ഒരു ഉണ്ടാവുള്ളൂ. ഒരു മാങ്ങ. അവിടെ അതിന്റെ അടിയിൽ ഒരു ശിവലിംഗം ഉണ്ട്. അത് അമ്മ ഉപാസിച്ചിരുന്ന, പാർവതി പ്രതിഷ്ഠിച്ച് ഉപാസിച്ചിരുന്ന ശിവലിംഗമാണെന്ന് കരുതുന്നു. ആ ശിവലിംഗത്തെ ഏകാമ്രനാഥൻ എന്നാണ് വിളിക്കുക. കാഞ്ചിയിലാണ് അമ്പലം, കാഞ്ചീപുരത്ത്. അതാണ് ഭഗവാന്റെ ഭൂമി തത്വത്തിലുള്ള വിഗ്രഹം. ഭൂമിയുടെ സ്വരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. ഭൂമി കഴിഞ്ഞു, തൊട്ട് മോളിൽ ജലം ആണ്. ജലരൂപത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം എവിടെയുള്ളത്? അറിയാവുന്ന ആൾക്കാരുണ്ടോ? ജലരൂപത്തിലുള്ള വിഗ്രഹം ഇരിക്കുന്നത് തിരുച്ചിയിലാണ്. തിരുച്ചിയില് കാവേരി നദിയുടെ തിരുപ്പുറത്ത് അപ്പുറത്തെ ഭാഗത്ത് തിരുവാനൈക്കാവൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആന കാവൽ നിൽക്കുന്ന ദ്വീപ് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഭഗവാന്റെ ശിവലിംഗത്തിൽ നിന്ന് വെള്ളം പ്രവഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ജലം വന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ജലരൂപത്തിലുള്ള ലിംഗമാണ് അവിടുത്തെ പ്രതിഷ്ഠ. നേരത്തെ നമ്മൾ കണ്ടെടുത്ത് ഭൂമി രൂപത്തിലായിരുന്നു, ഇവിടെ ജലരൂപത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ ജലത്തിനെ സംസ്കൃതത്തിൽ അപ്പ് എന്ന ശബ്ദം കൊണ്ടാണ് അറിയിക്കുക. അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തില് ജലം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ശിവലിംഗത്തെ ആ നാട്ടിലുള്ള ആൾക്കാർ വിളിച്ചിരുന്നത് അപ്പുലിംഗം എന്നാണ്. തമാശയ്ക്ക് പറയട്ടെ, നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് അപ്പു എന്ന് പേരിടുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോഴും ചെറിയ കുട്ടികളെ വിളിക്കുന്ന അപ്പു 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 എന്ന് വിളിക്കും. ആ വിളിക്കുന്നത് സാക്ഷാൽ ഈശ്വരമംഗലത്തപ്പന്റെ പേരാണ് എന്ന് മനസ്സിലാക്കിക്കോളും. അപ്പു എന്ന് വെച്ചാൽ ശിവൻ ആണ്. പൊതുവിൽ പറയാറുണ്ട് തമാശയ്ക്ക്, ഈ പേരുള്ള ഈ അപ്പു എന്ന് വിളിക്കുന്ന കുട്ടികൾക്ക് 2 സ്വഭാവം കൂടുതലാവും. ദേഷ്യം കൂടുതലായിരിക്കും, വെള്ളത്തോടുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലായിരിക്കും, ദാഹം കൂടുതലായിരിക്കും പറയുക ഈ പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ.
അങ്ങനെ രണ്ടാമത്തെ ഭഗവാന്റെ ലിംഗം അപ്ലിംഗം തിരുവാനൈക്കാവിലിരിക്കുന്നു. ജലം കഴിഞ്ഞു, അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടാവുന്നത് പറഞ്ഞു. അഗ്നിയുടെ രൂപത്തിൽ, തീയിന്റെ രൂപത്തിൽ ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് ഈ തീയുമായിട്ടുള്ള ഭഗവാന്റെ കണക്ഷൻ. നമുക്ക് ആരോഗ്യം തന്നെ ഓർമ്മ ഈ കണ്ണു തുറക്കുന്നതും സ്പ്രേ പോലെ വരുന്നതൊക്കെയാണ്. ഭഗവാന്റെ ഈ അഗ്നിലിംഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും തമിഴ്നാട്ടില് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തിരുവണ്ണാമല എന്ന് പറയുന്ന സ്ഥലത്ത്, അരുണാചലം എന്ന് പറയുന്ന സ്ഥലത്ത് ഭഗവാന്റെ അഗ്നിസ്വരൂപത്തിലുള്ള ലിംഗമുണ്ട്. അവിടത്തെ വിളക്കിലെ ഈ തീനാളങ്ങൾക്ക് ശിവലിംഗത്തിന്റെ രൂപമാണെന്ന് പറയാം. അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ കാണുന്ന എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും ശിവലിംഗ രൂപമാണ്, ഇൻക്ലൂഡിങ് കഴിക്കുന്ന ഭക്ഷണം അടക്കം. ചോറിന്റെ രൂപം എന്താ? ശിവലിംഗല്ലേ ആണ്. സംസ്കൃതത്തിൽ അന്നത്തിന്റെ ഗായത്രി ഉണ്ട്. അന്നത്തിന്റെ ഗായത്രി, അതായത് ഭക്ഷണത്തിന്റെ ഗായത്രി. ഭക്ഷണത്തിന്റെ ഗായത്രി ഉപയോഗിച്ച് അർച്ചന ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ മഹാദേവൻ. അന്നത്തിന്റെ ഗായത്രി കൊണ്ട് അർച്ചനകളാണ്. തമിഴ്നാട് പാരമ്പര്യത്തിൽ നിങ്ങൾ കൽപ്പാത്തി രഥോത്സവത്തിനൊക്കെ വരികയാണെങ്കിൽ അവിടെ കൽപ്പാത്തിയും കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തില് അന്നം കൊണ്ട് ഭഗവാൻ അഭിഷേകം ഉണ്ട്, ചോറ് കൊണ്ട്. ഈ ചോറ് അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് അടുത്ത് കണക്ഷനുള്ള ആളാണ് ഭഗവാൻ. അവിടെ ഈ അരുണാചലത്തിന്റെ പ്രത്യേകത, അവിടുത്തെ ദീപനാളങ്ങൾക്ക് പോലും ശിവലിംഗത്തിന്റെ ആകൃതിയാണെന്ന് പറയാം. തീര് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കഥ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. വിഷ്ണു ബ്രഹ്മാവും തമ്മിൽ ആരാണ് കൂടുതൽ കഴിവുള്ളവൻ, മഹാൻ എന്ന തർക്കം നടന്ന സമയത്ത് ബ്രഹ്മാവ് ഒരു ഷോർട്ട് കട്ട് കാണിച്ച്, തുമ്പപ്പൂവിന്റെ കഥയൊക്കെയാണ്, ഞാൻ വിസ്തരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ബ്രഹ്മാവാണ് ഏറ്റവും കേമൻ, ഭൂമിയുടെ ആഴവും ആകാശത്തിന്റെ വലിപ്പമൊക്കെ കണ്ടുപിടിക്കാൻ രണ്ടുപേരും പോയല്ലോ. ബ്രഹ്മാവ് കള്ളത്തരം കാണിച്ച് ഞാനാണ് മഹാൻ എന്ന് പ്രസ്താവിച്ചപ്പോ അവിടെ അഗ്നിസ്വരൂപത്തിൽ ഭഗവാന്റെ ലിംഗദർശനം ഉണ്ടായിരുന്നു. മഹാദേവന്റെ ലിംഗം അവിടെ അഗ്നിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് തിരുവണ്ണാമലയ്ക്ക് അകത്തുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ അരുണാചലം എന്ന് പറയുന്ന സ്ഥലം. മൂന്നെണ്ണം കഴിഞ്ഞു. ഏകാമ്രനാഥനായിട്ട് ഭഗവാൻ ഭൂമിയുടെ രൂപത്തിലിരിക്കുന്നു. തിരുവാനൈക്കാവിൽ ഭഗവാൻ ജലത്തിന്റെ രൂപത്തിലിരിക്കുന്നു. അരുണാചലേശ്വരത്തിൽ ഭഗവാൻ അഗ്നിയുടെ രൂപത്തിലിരിക്കുന്നു. നാലാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം, വായു രൂപത്തിലുള്ള ഭഗവാന്റെ സ്ഥലം എവിടെയാ? ഈ രാഹുവിന്റെ ദോഷത്തിനൊക്കെ വേണ്ടി എപ്പോഴും പോകുന്ന സ്ഥലം ഏതാ? ശ്രീകാലഹസ്തി. ശ്രീകാലഹസ്തി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ശിവലിംഗത്തിന് മുകളിലുള്ള ദീപം സദാ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ആ ശിവലിംഗത്തിനകത്ത് നിന്ന് വായുവിന്റെ പ്രവാഹം ഉണ്ടാവുന്നതാണ്. അതായത് ഭഗവാന് പിൻവിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞാലും എപ്പോഴും ഈ പിൻവിളക്കിന്റെ നാളം ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ശ്രീകാലഹസ്തി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. രാഹുദോഷം മാറാൻ അവിടെ പോകുന്നത് വളരെ വിശേഷമാണ് കേൾക്കുന്നത്. എന്തുകൊണ്ട് ആ സ്ഥലത്തിന് ഈ പേര് വന്നതെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകും. താല്പര്യമുള്ള ആളുകൾക്ക് ആചാര്യന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ശ്രീ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് നമ്മൾ പൊതുവിൽ ആരെ അർത്ഥാക്കുക? ശ്രീ. ഗുരുവായൂരപ്പനുണ്ടല്ലോ ശ്രീവത്സം. ശ്രീ എന്ന് പറഞ്ഞ എന്താ? പൊതുവിൽ എല്ലാവരുടെ പേരിന്റെ മുമ്പ് ചേർക്കും ശ്രീ എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയാണ് അവിടെ സങ്കല്പിക്കുന്നത്. ശ്രീ എന്ന് പറയുന്ന ശബ്ദത്തിന് മഹാലക്ഷ്മി എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, അതിന് വിഷം എന്നർത്ഥമുണ്ട്, എട്ടുകാലി എന്നർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം എടുക്കേണ്ടത് എട്ടുകാലി എന്നാണ്. കാല, കാല എന്ന് പറയുന്ന ശബ്ദത്തിന് കറുപ്പ് എന്ന് അർത്ഥമുണ്ട്. കറുപ്പ് എന്നുള്ള അർത്ഥം മാത്രമല്ല അതിനുള്ളത്, അതിനവിടെ ഒരു പാമ്പ് എന്നർത്ഥമുണ്ട്. പാമ്പ് ഇവിടെ എടുക്കേണ്ടത് പാമ്പ് എന്നുള്ള അർത്ഥമാണ്. ഹസ്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഹാത്തി എന്നൊക്കെ പറയുന്നത് ആന. ഒരു എട്ടുകാലിയും ഒരു പാമ്പും ഒരു ആനയും ചേർന്നിട്ടാണ് ആ ക്ഷേത്രം ഉണ്ടായത്. ആ ക്ഷേത്രത്തിന്റെ കഥ വിസ്തരിക്കാൻ എനിക്ക് തൽക്കാലം സമയമില്ല. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകേണ്ടതും വേറെ കുറെ കഥകൾ പറയാനുള്ളതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ശ്രീകാലഹസ്തി എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ എനിക്കൊരു കാര്യം പറഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈശ്വരമംഗലത്തപ്പനെ പേടിയുണ്ട്? പേടിയുണ്ടോ? ശിവനയ്യോ, ഗുരുവായൂരപ്പനാണെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. മഹാദേവന്റെ അങ്ങനെ ഉണ്ടോ? ഇല്ല. ഒട്ടും നിങ്ങൾ പേടിക്കേണ്ടാത്ത ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ അത് ഈ അകത്തിരിക്കുന്ന ആളാണ് ആലോചിച്ചു. ഗുരുവായൂരപ്പൻ നിങ്ങൾ എന്ത് ചെയ്താലും ചിരിക്കും, പക്ഷെ ഭഗവാന്റെ ഉള്ളിൽ എന്താണെന്ന് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ചിരി കണ്ട് വിശ്വസിക്കണ്ട. ഈ അടുത്ത് തമിഴ്നാട്ടിലെ ഒരു മുഖ്യമന്ത്രി ഈ വലിയൊരു കിരീടം കൊടുത്തു തുടങ്ങി ഗുരുവായൂരപ്പന്.
വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പൻ ഈ കിരീടം ചാർത്തിയിട്ടുള്ള ഉച്ചപൂജ കഴിഞ്ഞ സമയത്ത് ഈ ഫാമിലി ഇദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ചേർന്ന് ഗുരുവായൂർ അകത്ത് കയറി തൊഴുതു. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളോട് അകത്ത് കയറിയിരുന്നു. നിങ്ങൾക്ക് പറയാറുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഇവര് തൊഴുത് വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് പരിചയമുള്ള ഈ ചേട്ടന്റെ അടുത്ത് അവിടെ കാവൽ നിൽക്കുന്ന ഒരു ചേട്ടൻ ചോദിച്ചു അത്രേ, എന്താ മോനെ ഗുരുവായൂരപ്പന് ഭയങ്കര സന്തോഷമായിട്ടില്ലേ, പുതിയ കിരീടമൊക്കെ കിട്ടിയിട്ട് ചിരിച്ചിട്ട് നല്ല സന്തോഷത്തിലല്ലേ ഉണ്ണി എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ അദ്ദേഹം എടുത്ത വഴിക്ക് മറുപടി പറഞ്ഞേ, ഉണ്ണി നല്ല സന്തോഷത്തിലാണ്, നല്ലോണം ചിരിക്കുന്നുണ്ട്, എന്താ ആലോചിച്ചിട്ടാ ചിരിക്കണമെന്ന് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. കിരീടമൊക്കെ കിട്ടിയിട്ടുണ്ട്, കിരീടം എങ്ങനെയാ വന്നതെന്നും ഭഗവാൻ അറിയാം. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ ചിരിയെ വിശ്വസിക്കരുത് കേട്ടോ. ചിരിയിൽ നമ്മൾ വീണു. ഞാൻ എല്ലാവർക്കും പറയാനുള്ളത്, ലോഡ് കണക്കിന് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പറയാൻ വേണ്ടി ക്യൂ നിൽക്കണ നമ്മളെ അവിടെ എത്തുമ്പോൾ ഒറ്റ ചിരി ചിരിച്ചതൊക്കെ മറപ്പിക്കും. പിന്നെ ഗുരുവായൂരിൽ പോരുമ്പോ അറിയാം, അയ്യോ പറഞ്ഞില്ലല്ലോ, അങ്ങനെ പ്രശ്നം എന്നുവെച്ചാൽ ഇവിടെ എപ്പോഴും ശാന്ത സ്വരൂപത്തില് നിങ്ങൾക്ക് ദർശനം തരുന്ന മഹാദേവൻ, നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും തരുന്ന ഒരാളെ വിടുന്ന മഹാദേവനാണ്. ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്. ഗുരുവായൂരപ്പൻ പിടിക്കും, നല്ലോണം വരച്ചു നോക്കിയിട്ട് തരുള്ളൂ. മഹാദേവൻ അങ്ങനെയല്ല. നിങ്ങൾ വിശ്വസിച്ച് വിളിച്ചാൽ, വിശ്വസിച്ച് ഭജിച്ചാൽ എന്ത് ചോദിച്ചാലും തരും. സ്വന്തം ജീവൻ വരെ കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ആർക്ക്? ഭസ്മാസുരന്. അദ്ദേഹം തപസ് ചെയ്ത് ആവശ്യപ്പെട്ട ഫലം, ഞാൻ കൈ നീട്ടി ആരെ തൊട്ടാലും അയാൾ മരിച്ചു പോകുന്നതാണ്. ഭഗവാൻ അറിയാത്തതല്ല, ഇയാൾ ഇനി എന്നെ തന്നെ പരീക്ഷിക്കുന്നത്, എന്നിട്ടും കൊടുത്തു. ഓടേണ്ടി വന്നത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഭഗവാൻ ഓടുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നെ തൊട്ടോ, നോ ഇഷ്യൂസ്. പാലാഴിമാധൻ ഉണ്ടായ സമയത്ത് കാളകൂടം വന്നല്ലോ അല്ലെ? പാമ്പിന്റെ തലഭാഗം പിടിച്ചിരുന്നത് ആരാണ്? ദേവന്മാരാണോ അസുരന്മാരാണോ? അസുരന്മാരാണ്. എന്ത് ബാധ്യത ഉണ്ട് ഇദ്ദേഹത്തിന് അടുത്ത് പോയി രക്ഷിക്കാനുള്ളത്? അസുരന്മാരല്ലേ? ഒക്കെ പൊക്കോട്ടെ വിചാരിച്ച പോലെ. നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ, ഈശ്വര എന്റെ അകത്ത് ഇത്തിരി ആസുരിക ചിന്തയൊക്കെ ഉണ്ടല്ലോ, ഞാൻ അത്ര നീറ്റല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന ആളായിരിക്കുന്ന ആളാണ്. എനിക്കൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്, ഞാൻ ചെയ്യുന്ന അത്ര അങ്ങോട്ട് ശരിയല്ലല്ലോ. എന്ത് ചെയ്യാൻ? മഹാദേവനെ ആശ്രയിക്കുക. കാരണം നിങ്ങൾ അസുരനായാലും ദേവനായാലും എന്തായാലും ഒരേപോലെ നിങ്ങളെ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വേദം അദ്ദേഹത്തിന് കൊടുക്കുന്ന പേര് സ്വാമി എന്നാണ്. സ്വാമി എന്ന് പറയുന്ന പേര് നമ്മൾ ഇന്ന് അയ്യപ്പ സ്വാമിക്ക് കൊടുക്കും, സുബ്രഹ്മണ്യ സ്വാമിക്ക് കൊടുക്കും. അത് അച്ഛന്റെ മകനായതുകൊണ്ട് വലിയ പേരാണ്. അവന് ശിവേലി നിർത്തണം. കണ്ടിന്യൂ ചെയ്യാം. സ്വാമി എന്ന് പറയുന്ന പേര് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ തൈപ്പൂയ ആയിരുന്നല്ലോ അല്ലെ? അറിയാം. ഓംകാരത്തിന്റെ അർത്ഥം ഉണ്ണിയെ തന്റെ ചുമലിൽ വെച്ച് തനിക്ക് സ്വയം ഉപദേശിച്ചത് കൊണ്ട് മുരുകന് കിട്ടിയ പേരാണ് സ്വാമിനാഥൻ എന്നുള്ളത്. അതായത് സ്വാമിക്കും നാഥനായിരിക്കുന്നവൻ. സ്വാമി എന്ന് പറഞ്ഞ പേരാണ് മഹാദേവൻ. സ്വാമി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്, കാഷായം ധരിച്ചതെന്നല്ല, കുറെ മാല രുദ്രാക്ഷം കിട്ടുന്നതല്ല, സമമായിട്ട് കാണാൻ സാധിക്കുന്നവനാണോ അവനാണ് സ്വാമി. എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നവരാണോ അവനാണ് സ്വാമി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അയ്യപ്പ സ്വാമി അങ്ങനെ കാണുന്നുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് സ്വാമി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ വേദമനുസരിച്ച് ആ പേര് പറയാൻ പറ്റുന്നത് മഹാദേവന് മാത്രമാണ്. കാരണം ഏതൊരാളെയും ഒരുപോലെ കാണുന്ന ആള് ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ അഗ്നിലിംഗത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഭഗവാന് പേരുണ്ടെങ്കിൽ ഒരാളുടെ കാര്യം പറയാം. ഒരു വേടനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ദിവസം കാട്ടിൽ കൂടെ വേട്ടയാടി നടക്കുന്ന സമയത്ത് ഒരു ശിവലിംഗം കണ്ടു. ഏതോ കാലത്ത് അവിടെ വന്നിട്ടുള്ള ശിവലിംഗം. ആ ശിവലിംഗം അദ്ദേഹം ഒക്കെ വൃത്തിയാക്കിയത് ഭഗവാനാണോ ഒന്നും അറിയില്ല, ഏത് ദേവതയെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല ഭംഗിയിൽ ആ ശിവലിംഗം കീപ്പ് ചെയ്തു. കുറെ നാളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയല്ലേ, ഞാൻ നിനക്ക് ഭക്ഷണം തരാട്ടോ എന്ന് പറഞ്ഞ് പുറത്തു പോയി വേഗം ഒരു മാനിനെ അമ്പ ചെയ്ത് കൊന്നു. അതിന്റെ കഷ്ണം മുറിച്ച് ആ ശിവലിംഗത്തിന്റെ മുമ്പിലേക്ക് വെച്ച് പറഞ്ഞു, കഴിച്ചോ. ഓ, നിനക്ക് ഞാൻ വെള്ളം തന്നില്ലല്ലേ, ഞാൻ നിനക്ക് വെള്ളം തരാന്ന് പറഞ്ഞ് അടുത്തൊരു നദിയിലേക്ക് പോയി. കൊണ്ടുവരാൻ ഒന്നുമില്ല, പാത്രമൊന്നുമില്ല. വായയില് മൊത്തം വെള്ളം എടുത്തു. വായയില് വെള്ളം എടുത്ത് വന്നിട്ട് ശിവലിംഗത്തിന്റെ മുകളിലേക്ക് തുപ്പി, ആ വെള്ളം കുടിച്ചോ. ആരോടാ? മഹാദേവനോടാ. അവിടെ അടുത്തൊരു മരം ഉണ്ടായിരുന്നു. ആ മരം പിടിച്ച് കുലുക്കി കുറെ പൂവ് ശിവലിംഗത്തിലേക്ക് വീണു. ഇതായിരുന്നു പുഷ്പാഞ്ജലി. എല്ലാ ദിവസവും ഇത് ചെയ്യാൻ തുടങ്ങി. അത്രയധികം ആ മൂർത്തിയോട് താതാത്മ്യം പ്രാപിച്ചു എന്നാണ്. ഒരു ദിവസം ചെന്നപ്പോ ഒരു കണ്ണിൽ നിന്ന് ചോര വരുന്നു, വിഗ്രഹത്തില്ല.
അയ്യോ നിനക്കില്ലാത്ത കണ്ണ് എനിക്ക് എന്തിനാന്ന് പറഞ്ഞിട്ട് സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് ആ കണ്ണിന്റെ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു, ചോര തന്നെ നിന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, രണ്ടാമത്തെ കണ്ണിന് ചോര വന്നു. രണ്ടാമത്തെ കണ്ണും കുത്തി പൊട്ടിക്കാൻ പോയ സമയത്താണ് ഓർത്തത്, അയ്യോ ഈ കണ്ണ് പോയി ഞാനിത് അടയാളം നോക്കി വെക്കണ്ടേ, ഇത് എവിടെ കൊണ്ട് വെക്കും, കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കാണാതായാലും. അപ്പൊ എന്ത് ചെയ്തു? നിങ്ങളിൽ പേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിൽ പേടിക്കുന്ന മഹാദേവന്റെ ശിവലിംഗത്തിന്റെ കണ്ണിന്റെ അവിടെ ചവിട്ടി പിടിച്ചു, കാലുകൊണ്ട് അടയാളം വെച്ചു, പെരുവിരലുണ്ട്. കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് തന്റെ ഇടത് കാലിന്റെ പാദം വന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിച്ചതാണ്. നിന്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായി എന്ന് പറഞ്ഞു. ആരാത്? കേട്ടിട്ടുണ്ടോ? ഈ കഥ കേട്ടിട്ടുണ്ടോ? കണ്ണപ്പ നായനാർ പറയും. കണ്ണപ്പന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ആ കണ്ണപ്പൻ പൂജിച്ച ശിവലിംഗമായിരുന്നു കാലഹസ്തിയിലുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ വായു സ്വരൂപത്തിലുള്ള ശിവലിംഗം. അപ്പൊ നോക്കൂ, ഭക്തിയോടുകൂടി ഭഗവാനെ ചവിട്ടിയപ്പോഴും ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഏട്ടൻ. ആ ചവിട്ടിയ മറുകാണ് നിങ്ങൾ ശ്രീവത്സം എന്ന് പറഞ്ഞ് ഭഗവാനെ പൂജിക്കുന്ന ഗുരുവായൂരപ്പനെ. നമുക്ക് എന്തും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ഭഗവാൻ. അതുകൊണ്ട് കാലഹസ്തിയിലെ കഥ ആലോചിക്കുമ്പോൾ, കാലഹസ്തിയിലേക്ക് പോകുന്ന സമയത്ത് കണ്ണപ്പ നായനാർ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 63 നായന്മാരെ കുറിച്ച് പറയും. നായന്മാർ എന്ന് വെച്ചാൽ ഭക്തർ എന്നാണ് അർത്ഥം. അതിൽ കണ്ണപ്പ നായനാർക്ക് വലിയ സ്ഥാനമാണുള്ളത്. നമ്മൾ 4 ലിംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനിയുള്ള സമയം മൊത്തം ഞാൻ 5ാമത്തെ ലിംഗത്തെ കുറിച്ചും അതിന്റെ കഥകളും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 5ാമത്തെ ലിംഗം ആകാശം. ആകാശത്തിന്റെ സ്വരൂപത്തിലുള്ള ലിംഗം എവിടെയുള്ള? ഒരിക്കൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ അനന്തശായിയായിട്ട് കിടക്കുന്ന സമയത്ത് ഭഗവാന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം കണ്ടു എന്നാണ് അനന്തൻ, ഭഗവാന്റെ തൽപ്പം. ഭഗവാനോട് ചോദിച്ചത്രേ, എന്തിനാ ഭഗവാൻ ഇങ്ങനെ സന്തോഷിക്കണേ? ഭഗവാൻ പറഞ്ഞു, ഞാൻ ശ്രീ പരമേശ്വരന്റെ ആനന്ദ താണ്ഡവം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ അനന്തൻ പറഞ്ഞു, എനിക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. അദ്ദേഹത്തെ അനുഗ്രഹിച്ചു വിഷ്ണു. അടുത്ത ജന്മത്തിൽ നീ ഒരാളായിട്ട് ജനിക്കും, അദ്ദേഹത്തിന്റെ ആ പ്രസിദ്ധമായിട്ടുള്ള താണ്ഡവം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും അനുഗ്രഹിച്ചതാണ്. അദ്ദേഹമാണ് പിന്നീട് ഇന്ന് യോഗയുടെ ഒക്കെ ഏറ്റവും വലിയ ആചാര്യനായിട്ട് മാറിയ പതഞ്ജലി മഹർഷിയായിട്ട് ജനിക്കുന്നത്. അനന്തന്റെ അവതാരമായിട്ടാണ് പതഞ്ജലിയെ കാണുന്നത്. അങ്ങനെയുള്ള പതഞ്ജലി ഒപ്പം വ്യാക്രഭാഗ മഹർഷിയും കൂടെ ചേർന്ന് തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള സ്ഥലം വ്യാക്രഭാഗ മഹർഷി. അദ്ദേഹത്തെ കുറിച്ചുകൂടെ പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായി പോകും. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് ഖരപ്രകാശൻ എന്നാണ്. അദ്ദേഹം അസുരനായിരുന്നു. ഈ മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആൾക്കാരൊക്കെ അസുരനായിരിക്കും. മഹാദേവന്റെ ഏറ്റവും 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 വലിയ ഭക്തനാരാ? ആരാ? കൈലാസം മുഴുവൻ കൊണ്ടുപോയിട്ട് എന്റെ നാട്ടിലിരിക്കട്ടെ എന്ന് കരുതിയ ഒരാളെ ഉള്ളൂ, രാവണൻ. ശിവനെ പൂജിക്കുന്നതിന് മുമ്പ് 2 പേരെ സ്തുതിക്കണം എന്ന് പറയും. ഒന്ന് രാവണൻ, ഒന്ന് ബാണൻ. എല്ലാ ദിവസവും 1000 ശിവലിംഗങ്ങൾ ഉണ്ടാക്കി 1000 ശിവലിംഗങ്ങളിലും പൂജ കഴിച്ച് 1000 എണ്ണം പുഴയിലേക്ക് വലിച്ചെറിയും. പിറ്റേ ദിവസം 1000 ആദ്യം ഉണ്ടാക്കും. ബാണാസുരൻ. അദ്ദേഹത്തിന്റെ മകളായിരുന്നു ഉഷ. ആ ഉഷയെ വിവാഹം കഴിക്കാനാണ് ഗുരുവായൂരപ്പന്റെ പേരക്കുട്ടി അനിരുദ്ധൻ വരുന്നത്. അങ്ങനെ ഗുരുവായൂരപ്പന്റെ പേരക്കുട്ടിക്ക് ബാണൻ തന്റെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നറിഞ്ഞപ്പോ ദ്വാരകയിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം ഈ കുട്ടിയെ മോചിപ്പിക്കാനായിട്ട് വന്നു എന്നാണ്. അപ്പോ ബാണന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്തു കൃഷ്ണനെതിരെ. ആര്? ഈ ഇരിക്കുന്ന ഭഗവാൻ. സ്വന്തം ഭക്തന് വേണ്ടി ഗുരുവായൂരപ്പനോട് വരെ യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ് മഹാദേവൻ. അങ്ങനെയുള്ള ഭഗവാനെ ഈ ഖരപ്രകാശൻ എന്ന് വിളിക്കുന്ന മഹർഷി, അദ്ദേഹം തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സമയത്ത് അദ്ദേഹത്തിന് എന്ത് വരാണ് വേണ്ടി ചോദിച്ചത്ര ഭഗവാൻ. എന്ത് ചോദിച്ചാലും ഞാൻ തരാം. അദ്ദേഹം ചോദിച്ച വരം കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും. അദ്ദേഹത്തിന്റെ പതിവുണ്ടായിരുന്നു, എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ഏറ്റവും ഭംഗിയുള്ള പൂക്കൾ, പൂമ്പാറ്റകളും തുമ്പികളൊക്കെ വന്നിരുന്ന് അത് അശുദ്ധാവുന്നതിന് മുമ്പ് പറിച്ച് ഭഗവാനെ പൂജിക്കണം. അപ്പൊ അദ്ദേഹം നോക്കിയ സമയത്ത് ഈ പൂമ്പാറ്റകളും തുമ്പികളൊക്കെ വന്നിരിക്കാത്ത പൂക്കൾ എന്ന് പറയുന്നത് മരത്തിന്റെ ഏറ്റവും മുകളിലുള്ളതാണ്. ഇയാൾക്ക് അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കാണാൻ വയ്യ, പൂ പറിക്കാൻ വയ്യ.
അദ്ദേഹം മഹാദേവൻ വന്ന് എന്ത് വരാണ് വേണ്ടി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്രേ, ഭഗവാനെ എനിക്ക് അങ്ങേക്ക് പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് മരം കയറാൻ വേണ്ടി എന്റെ കാല് പുലിയുടെ കാല് പോലെ ആക്കി തന്നെ. സിമ്പിൾ. മുമ്പിൽ ചോദിച്ച വരാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വ്യാക്രപാദൻ എന്ന് പേര് കിട്ടിയതാണ്. വ്യാക്രം വെച്ചാൽ പുലി, പുലിയുടെ പോലെ പാദങ്ങളുള്ളവൻ വ്യാക്രപാദൻ. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയ 3 ശിവക്ഷേത്രങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 3 ശിവക്ഷേത്രങ്ങൾ ഏതൊക്കെയാ? വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചു വൈക്കം, ഇടത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചു ഏറ്റുമാനൂര്, വായ കൊണ്ട് കടിച്ചിരുത്തി പ്രതിഷ്ഠിച്ചു, അത് കടിച്ചിരുത്തിയായി, പിന്നീട് അത് കടുത്തിരുത്തിയായി മാറി. ആ വ്യാക്രപാദ മഹർഷിക്ക് ഭഗവാൻ സകുടുംബം ദർശനം കൊടുത്ത ദിവസമാണ് വൈക്കത്ത് അഷ്ടമി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള വ്യാക്രപാദ മഹർഷിയും ഈ പറയുന്ന നമ്മുടെ പതഞ്ജലി അനന്തൻ അവതരിച്ചതും ഒരുമിച്ച് നിന്ന് ഭഗവാനെ സ്തുതിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലം, ഭഗവാൻ ആകാശത്തെ വസ്ത്രമാക്കി ധരിക്കുന്ന സ്ഥലം, ദിഗംബരനായിരിക്കുന്ന സ്ഥലം ചിദംബരം. തമിഴ്നാട് ചിദംബരം എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെ വിഗ്രഹം ഇല്ല. അവിടുത്തെ വിഗ്രഹം നടരാജമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ്. ഇടതുകാല് തൂക്കിയിട്ട് ആ അപസ്മാരമൂർത്തിയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് ചിദംബരത്തുള്ളത്. ആകാശലിംഗം. അവിടെ നിങ്ങൾ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റിയ കുറെ സ്വർണത്തിന്റെ കൂവളത്തിന്റെ പൂക്കൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ്. വിഗ്രഹം കാണില്ല. അഗാധമായ ഇരുട്ടാണ് ഈ ഭാഗത്ത്. ആ ഇരുട്ടിനപ്പുറത്ത് എന്താണെന്ന് ഇന്നും ആർക്കും അറിയില്ല. അതിന് ഇന്നും തമിഴിൽ ചിദംബര രഹസ്യം എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ ചിദംബരത്തെ വിഗ്രഹം ഉണ്ടായതിന് പറഞ്ഞൊരു കഥ പറയാറുണ്ട്. രാജരാജ ചോളൻ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശില്പിയെ നിയോഗിച്ചു എന്നാണ്. നിങ്ങൾക്കറിയാം, ശിവൻ എന്തില്ല, രൂപത്തിലുള്ള വിഗ്രഹം അക്കാലത്ത് എവിടെ ഉണ്ടാകുന്നില്ല. ലിംഗാകൃതിയിലുള്ള വിഗ്രഹം മാത്രമേ ഉള്ളൂ. ലിംഗാകൃതിയിലുള്ള വിഗ്രഹത്തിൽ നിന്ന് രൂപത്തിലുള്ള വിഗ്രഹം എങ്ങനെ ഉണ്ടാക്കും എന്ന് അറിയാതെ ഈ പാവം കൊല്ലൻ അല്ലെങ്കിൽ ശില്പി അദ്ദേഹം കുറെ പണിപ്പെട്ടു. പഞ്ചലോക വിഗ്രഹമാണ് ഉണ്ടാക്കേണ്ടത്. ഓരോ ദിവസം ചെല്ലുന്നോളം വിഗ്രഹത്തിന്റെ മോൾഡ് ഇടിഞ്ഞിടിഞ്ഞു പോവുക, കട്ടയും കഷ്ണവും വേറെ വേറെ കിടക്കുക. ഒരിക്കൽ രാജാവ് എന്ന് വന്ന് നോക്കി പണിയൊക്കെ ഇതുവരെ അറിയാം, ഒരു പണി ഒന്നും ആയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്രേ, 2 ദിവസം കൂടെ ഞാൻ സമയം തരും, 2ാമത്തെ ദിവസം വിഗ്രഹം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ചില്ലെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടുന്നതാണ്. രാജരാജ ചോളൻ. പൊന്നിയിൻ സെൽവൻ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജയൻ രവി ചെയ്ത ക്യാരക്ടറാണ് രാജരാജ ചോളൻ. അദ്ദേഹം ഈ പാവം ശില്പി അന്നോട്ട് അദ്ദേഹത്തിന് ഉറക്കില്ല, ഊണില്ല, ആകെ ബുദ്ധിമുട്ടിലായി എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ പാവം മനസ്സ് കണ്ട് വിഷമിച്ച് ഭാര്യ പറഞ്ഞേ, നമുക്ക് ഒരു തവണ കൂടി നോക്കി നോക്കാം, ഒന്നുകൂടെ ഒരുക്കിയിട്ട് ഒന്നുകൂടെ നോക്കി നോക്കാം. അതുകൂടെ ശരിയായില്ലെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാം. കാരണം രാജാവിന്റെ കൈ കിട്ടിയ നമ്മൾ എങ്ങനെയൊക്കെ കൊല്ലുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു തവണ കൂടി ശ്രമിച്ച് നമുക്ക് ആത്മഹത്യ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഭഗവാൻ നേരിട്ട് വന്നിരിക്കുന്ന കഥ കേൾക്കാൻ സന്തോഷം. ഉപരി കഥയെ കേട്ട് ഹാപ്പി ആയിട്ട് പോയി, ബാക്കി നമുക്ക് പറയാം. അങ്ങനെ ഈ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി അവസാനത്തെ ശ്രമം നടത്തി പഞ്ചലോഹം കൂട്ട് ഉരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണത്രേ 2 ഭിക്ഷക്കാര്, ഒരു പ്രായമായ വൃദ്ധനും ഒരു മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീയും അയ്യോ വിശക്കുന്നേന്ന് പറഞ്ഞ ആ വീട്ടിലേക്ക് ഓടി വന്നത്. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും പണി എടുത്തോണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വന്ന് നമുക്കൊരു ദേഷ്യം വരും, അല്ലെ? വരാറുണ്ടോ? അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ദേഷ്യം വന്നതാണ്. ഭക്ഷണം തായോ എന്ന് പറഞ്ഞ് 2 ഭിക്ഷക്കാർ വന്ന് വീടിന് മുമ്പിൽ ഒന്ന് കൈ കലാശവും കാണിക്കണം. നിക്ക്, ഞാൻ ഇപ്പൊ എടുത്തു വരാന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ഭാര്യ കുറെ നേരമായിട്ട് കാണാനില്ല. ഇപ്പൊ വീട് കടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുക, ഭക്ഷണം എന്താ. ഭർത്താവ് പറഞ്ഞു, ഞാനും കൂടെ നോക്കിയിട്ട് വരാം, നിങ്ങൾ പെട്ടെന്ന് നിൽക്ക്. അദ്ദേഹത്തേക്ക് പോയി. അവര് ഭക്ഷണം എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് ഇവർക്ക് 2 പേർക്കും ഈ വിശപ്പ് സഹിക്കാതെ ഇപ്പൊ ചത്തുപോയെന്ന് പറഞ്ഞ് ഓടി ചെന്ന് ആ ഉരുക്കി വെച്ച പഞ്ചലോഹ കൂട്ടാക്കിട്ട് എടുത്ത് കുടിച്ചു എന്നാണ്. കുടിച്ച ആ വൃദ്ധനായ മനുഷ്യൻ ഭാര്യയ്ക്കും കൊടുത്തു, തരത്തേക്ക് കുടിച്ചോ. കുടിച്ച് ആ പാത്രം ഒരൊറ്റ തട്ടിനകത്ത് തെറിപ്പിച്ചതാണ്. എന്നിട്ട് ഇടത്തെ കാല് തൂക്കി കൈ ഇങ്ങനെ പിടിച്ച് ഒറ്റ നിർത്തം നിന്നു. അതുപോലെ ഉറച്ചു. ആ വിഗ്രഹമാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്ന ചിദംബരമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം. ഭഗവാന് 3 സഭകളുണ്ട്. കനകസഭ, രജതസഭ, ഇരുമ്പിന്റെ സഭ എന്നൊക്കെ പറയുന്നു. അതില് ഈ രജതസഭ, വെള്ളിയുടെ സഭ ഇരിക്കുന്നത് മധുരയിലാണ്. അപ്പൊ മധുരയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ. ഞാൻ നമ്മുടെ ഭക്തന്മാരെ എങ്ങനെ ആവണം എന്നുള്ളതിന്റെ ഒരു കഥയാണ് പറയണേ. ഈ വ്യാക്രപാദൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്താണ്
മഹാദേവൻ വന്ന് എന്ത് വരാൻ ചോദിച്ചോ എന്ന് പറഞ്ഞ് ഭഗവാനെ അങ്ങേ പൂജിക്കാൻ പൂവറക്കാൻ എനിക്ക് എന്റെ കാലുകൾ പുലിയുടെ പോലെ ആക്കി തന്നാ പറഞ്ഞു. അതുപോലെ മധുരയിലൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും പോയിട്ട് ഭഗവാൻ ഇങ്ങനെ തൊഴുമ്പോ അയാൾ നിന്ന് കരയുക, എല്ലാ ദിവസവും കരയുക. കരഞ്ഞ് 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 വയ്യാതായ സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തോട് ഭഗവാൻ സ്വപ്നത്തിൽ ചോദിച്ചു അത്രേ, എടോ എന്താ എന്റെ പ്രശ്നം, എല്ലാ ദിവസവും അത് തൊഴുന്നുണ്ടല്ലോ, എന്തിനാണ് കരയുന്നത്? ഈ മധുരൈ രാജാവ് ഭഗവാനോട് തമാശയായിട്ട് തന്നെ പറഞ്ഞത്, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, ഭഗവാനെ എത്ര ദിവസമായി അങ്ങ് ഈ ഇടത്തെ കാല് ഇങ്ങനെ പൊക്കിയിട്ട് നിൽക്കണം, കാല് വേദനിക്കില്ലേ, വലത്തെ കാല് പൊക്കിയിട്ട് നിന്നൂടെ, ചെറിയൊരു ആയാസം കിട്ടില്ലേ നമ്മൾ ചോദിച്ചു. ഇന്നും നിങ്ങൾ പോയാൽ മധുരയിലെ രജത സഭയിലെ ഭഗവാന്റെ നടരാജമൂർത്തിയുള്ള വിഗ്രഹം വലത്തെ കാല് തൂക്കിയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. അങ്ങനെയുള്ള ചിദംബരത്തെ ഭഗവാന്റെ ആകാശലിംഗത്തിൽ എല്ലാവരും മനസ്സുകൊണ്ടെങ്കിലും സാഷ്ടാംഗം നമസ്കരിക്കുക. ഞാൻ 5 ലിംഗങ്ങളുടെ കാര്യം പറയാനാണ് പ്രധാനമായിട്ട് ഇവിടെ വന്നത്. ഒന്ന്, ഈ പറയുന്ന ഏകാംബരനാഥനായിട്ട് ഭഗവാൻ ഭൂമിയുടെ രൂപത്തിലിരിക്കുന്നു. തിരുവാനൈക്കാവിൽ അപ്പലിംഗമായിട്ട് ഭഗവാൻ ജലയുടെ രൂപത്തിലിരിക്കുന്നു. അരുണാചലത്തിൽ ഭഗവാൻ അഗ്നിയുടെ രൂപത്തിലിരിക്കുന്നു. ശ്രീകാലഹസ്തിയിൽ ഭഗവാൻ വായുവിന്റെ രൂപത്തിലിരിക്കുന്നു. ചിദംബരത്ത് ഭഗവാൻ ആകാശ രൂപത്തിലിരിക്കുന്നു. ഇനി ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ചിദംബരത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഥ, ഭഗവാന്റെ ഏറ്റവും പരമഭക്തനായിട്ടുള്ള നന്ദനാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥയാണിത്. ഒരു ഭഗവാന്റെ ഭക്തൻ എങ്ങനെയാവണം എന്നുള്ളത് നന്ദനാരെ കണ്ട് പഠിക്കണം എന്നാണ് പറയുക. നന്ദനാർ എന്ന് പറയുന്ന ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ആള്, അദ്ദേഹം ജാതീയമായി വളരെ താഴ്ന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് അവിടെ വലിയൊരു ജന്മിയുടെ കൃഷിസ്ഥലത്തിൽ കൃഷിയൊക്കെ നോക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി എന്നാണ്. ജോലി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ കാലം തൊട്ട് കുഞ്ഞു കുട്ടിയാവുമ്പോഴുള്ള ആഗ്രഹമാണ് ചിദംബരത്ത് പോകണം, ചിദംബരത്ത് പോകണം, ചിദംബരത്ത് പോകണം. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 14 കിലോമീറ്റർ ഉള്ളൂ ചിദംബരത്തേക്ക്. പക്ഷെ പോകാനുള്ള പൈസ ഇല്ല, അവിടെ പോയാൽ തന്നെ കയറ്റുമെന്ന് അറിയില്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കെ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ യജമാനോട് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി, ഒന്ന് ചിദംബരത്ത് പോട്ടെ, ഒന്ന് ചിദംബരത്ത് പോട്ടെ. എവിടെ? അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതാണ്. ആരുടെ? ഈ യജമാനന്റെ ഭാര്യ. ഈ നന്ദനാര് നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, അയാളെ പറഞ്ഞു വിട്ടാലും ചിലപ്പോൾ തിരിച്ചു വരില്ല, നമ്മുടെ ഉള്ള പണി മുഴുവൻ വെള്ളത്തിലാവും, അതുകൊണ്ട് അയാളെ വിടരുതെന്ന് പറഞ്ഞു. എന്നാലും ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കും. പാവം വയലിൽ പണി ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ വന്ന് ചോദിക്കത്തില്ല, ചിദംബരത്തേക്ക് പോണ വഴി ഇത് താനേ, അയാളോടെ ചോദിക്കുക. അയാളെ ജീവിതത്തിൽ ചിദംബരം കണ്ടിട്ടേ ഇല്ല. അയാൾ പറയത്ര, എന്താ വഴി താനേ പൊക്കോളൂ. പോണ ആൾക്കാരെ എന്നിട്ട് മഹാദേവാന്ന് വിളിച്ച് നമസ്കരിക്കത്രേ, അവർക്കെങ്കിലും ഭാഗ്യം ഉണ്ടായല്ലോ, എനിക്കിപ്പോഴും പറ്റിയില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് 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 ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ യജമാനൻ പറഞ്ഞത്രേ, എടോ താനൊരു കാര്യം ചെയ്യ്, ഇക്കണ്ട ഭൂമി മൊത്തം ഏതാണ്ട് 400 ഏക്കറാട്ടോ, ഈ 400 ഏക്കറിൽ വിത്ത് വിതച്ച് കൊയ്ത് പാട്ടം കണക്കാക്കി പറയളന്ന് എന്നെ ബോധിപ്പിച്ചാൽ നിനക്ക് പോവാന്നാ പറഞ്ഞു. 400 ഏക്കറിൽ കൃഷി ചെയ്ത് അത് അളന്ന് തിട്ടപ്പെടുത്തി പറഞ്ഞിട്ട് പൊക്കോ. അദ്ദേഹത്തിന് മനസ്സിലായി ജീവിതകാലത്തിൽ ഇനി ചിദംബരത്തേക്ക് പോകുന്ന നടക്കില്ല. എന്നാലും ശ്രമിക്കാമെന്ന് കരുതി ആ വയലിൽ പോയി വെട്ടി 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 എപ്പോഴോ തളർന്ന് ഭക്ഷണം കഴിക്കാതെ വെട്ടി അദ്ദേഹം അവിടെ ബോധം കെട്ട് വീണു. അന്ന് രാത്രി സാക്ഷാൽ ചിദംബരത്തെ മഹാദേവൻ, ആ നടരാജമൂർത്തിയായിട്ടുള്ള ഭഗവാൻ, നന്ദിയെയും തന്റെ ഭൂതഗണങ്ങളെയും വയലിലേക്ക് അയച്ച് ഒറ്റ രാത്രി കൊണ്ട് 400 ഏക്കർ കൊയ്ത് പാട്ടം കണക്കാക്കി പറയളന്ന് ഓലയിൽ കണക്ക് എഴുതി വെച്ച് പോയി. പിറ്റേ ദിവസം വന്ന് യജമാനൻ നോക്കിയപ്പോ കൊയ്ത കണക്ക് പറ എല്ലാം കൃത്യം. നന്ദനാരെ നോക്കിയപ്പോ കണ്ടില്ല അത്ര. പാവം ഏതോ കതിർക്കറ്റയുടെ അടിയിൽ ബോധം കെട്ട് ഉറങ്ങുകയാണ്. ഇദ്ദേഹം സാധാരണ മനുഷ്യനല്ലാതെ മനസ്സിലായ അദ്ദേഹം ഈ നന്ദനാരുടെ കാലിൽ വീണ് നമസ്കരിച്ചു എന്നാണ്. വേഗം പൊക്കോ ചിദംബരത്തേക്ക്, ഇല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, ഓടിച്ചു വിട്ടു എന്നാണ്. നന്ദനാർ അവിടെ നിന്ന് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഓടിയെന്നാണ്. 14 കിലോമീറ്റർ പോയി ചിദംബരം ക്ഷേത്രത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ മനസ്സിലായത് ജാതിയിൽ താണവനാണ്, അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. കയറിയ ചിലപ്പോ ആൾക്കാർ തല്ലിപ്പോയി. 14 വർഷം കാത്തിരുന്ന്, അല്ലെങ്കിൽ 14 കിലോമീറ്റർ ഓടി എത്തിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ ആ ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കാണാൻ തൊട്ടടുത്ത് എത്തിയിട്ടും സാധിച്ചില്ല. 6 മാസം ചിദംബരം ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നതാണ്. പേടിച്ച് തല്ലിക്കൊല്ലുന്നു. 120 ദീക്ഷിതന്മാരൊക്കെയാണ് ചിദംബരത്ത്.
120 ദീക്ഷിതന്മാർക്കും രാത്രി ഭഗവാൻ ഒരുമിച്ച് സ്വപ്നം കാണിച്ചതാണ്. എന്റെ പരമഭക്തനായിട്ടുള്ള ഒരുത്തൻ കവാടത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട്, അവനെ പൂർണ്ണ കുംഭം കൊടുത്ത് സ്വീകരിച്ച് എന്റെ നടക്കിലേക്ക് കൊണ്ടുവരണം എന്നാണ്. പിറ്റേന്ന് രാവിലെ 120 ദീക്ഷിതന്മാരും പൂർണ്ണ കുംഭം എടുത്ത് നന്ദനാരത്തിലേക്ക് പോകുന്നുണ്ടപ്പോ ഇയാൾ തല്ലിക്കൊല്ലാൻ വീണെന്ന് വെച്ച് ഇയാൾ ഓടി തിരിച്ചു. നോക്കൂ അദ്ദേഹത്തിന്റെ അവസ്ഥ. നമുക്ക് പറയുന്ന തമാശയാണ്, പക്ഷെ അദ്ദേഹം അനുഭവിച്ച മാനസികമായിട്ടുള്ള ഒരു വ്യഥ, ടെൻഷൻ എത്രത്തോളം. നിങ്ങളോട് ആലോചിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഗുരുവായൂർ പോയിട്ടില്ല, 70 വയസ്സായി, എന്ന് പോയിട്ടാ. ഒരിക്കൽ പറഞ്ഞു, ഒരു ചെറിയ കുട്ടി വന്ന് പറഞ്ഞു, അമ്മയെ ഞാൻ കൊണ്ടുപോവാ. തലേന്ന് ഉറങ്ങാൻ പറ്റുമോ? എങ്ങനെ രാവിലെ ആവുന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ്. രാവിലെ ആയാൽ പിന്നെ കുട്ടി എപ്പോ വരുന്നുള്ള ഡിസ്കഷനാണ്. നന്ദനാരുടെ അവസ്ഥ ആലോചിച്ചു. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞൊരു മനുഷ്യൻ പൂർണ്ണ കുംഭത്തോടു കൂടി ഭഗവാന്റെ ഭക്തരായ സ്വീകരിച്ചു കൊണ്ടുവന്നു. ആ നടക്കൽ മുമ്പ് എത്തിയപ്പോ 2 കൈയും കൂപ്പിപ്പിടിച്ച് അപ്പനേന്ന് വിളിച്ച് അകത്തേക്ക് കയറി പോയി എന്നാണ്. പിന്നെ നന്ദനാരെ ആരും കണ്ടിട്ടില്ല. ഓൺ ദ സ്പോട്ട് ഭഗവാൻ ലയിച്ചു. അങ്ങനെ ആവാൻ സാധിക്കും നമുക്ക്. പ്രത്യേകിച്ച് മഹാദേവനെ പോലൊരു ചൈതന്യത്തെ ഭരിച്ചാൽ അവസാനം ശിവനായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിന്റെ കർത്തവ്യം. ശങ്കരാചാര്യ സ്വാമി അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ മണ്ണല്ല, മരമല്ല, മനുഷ്യനല്ല, എല്ലാം അവസാനിച്ചാലും അവശേഷിക്കാത്ത ശിവനാണ് ഞാൻ. ഏകോപശിഷ്ട ശിവക്കേവലോഹം ഉറക്കുറക്ക ഘോഷിച്ചിട്ടാണ് അദ്ദേഹം സമാധിയാവുന്നത്. എല്ലാം കഴിഞ്ഞാലും ഭഗവാനെ ഉണ്ടാവും. ഞാൻ ഇപ്പൊ ചില ഇന്റർവ്യൂസ് ഒക്കെ കണ്ട ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഇവിടെ. നിങ്ങൾ ആരെങ്കിലും മരിച്ചുപോയി നാളെ തിരിച്ചു വന്ന് ദേ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരൊക്കെ എന്റെ അമ്മയെ പ്രേതം എന്ന് കൂടുള്ളൂ. ഒരാൾ മാത്രം നിങ്ങൾ മരിച്ചു ദഹിപ്പിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങളെ കാത്തിരിക്കുന്നു, ചുടല. കൈലാസം മാത്രമല്ല, ചുടല ശ്മശാനം ഭഗവാന്റെ വാസസ്ഥലം. അവിടെ ചുടല ഭസ്മം പൂശി ഓരോ ആത്മാക്കളെയും കാത്തിരിക്കുന്ന ആ മൃത്യുവിനെ ജയിച്ച ഭഗവാൻ. ആ ഭഗവാനെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശനാഥനായിട്ട് കിട്ടിയതിന് ആ ഭഗവാനോടും ഗുരുവായൂരപ്പനോടും നന്ദി പറയാം. അങ്ങനെ ഒരു ഭഗവാനെ ഈശ്വരമംഗലത്തിൽ ഞങ്ങളൊന്ന് ജനിച്ചല്ലോ. ഈ നന്ദിയുടെ മുമ്പിലിരുന്ന് ആ നന്ദിയുടെ കൊമ്പുകൾക്കിടയിലൂടെ അങ്ങേ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. എല്ലാ വർഷവും ഭഗവാന്റെ ഉത്സവം കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായല്ലോ. ഭഗവാൻ ഈശ്വരമംഗലത്ത് വന്ന് ഞങ്ങളെ ജനിപ്പിച്ചതിന് നന്ദിയുണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ സാധിക്കും. ഒപ്പം വരുന്ന തലമുറയെ ഭഗവാന് കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇവിടെ ഈ ഭാരവാഹികളായി നിൽക്കുന്ന ആൾക്കാർ, ഞാനുൾപ്പെടെയുള്ള പ്രഭാഷണം ചെയ്യുന്ന ആൾക്കാർ, നമുക്കൊക്കെ ഒരു സമയത്ത് കടന്നു പോകേണ്ടി വരും. അന്നും ഭഗവാൻ ഇവിടെ ഉണ്ടാവും. ആ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കാൻ, ഭഗവാന് വേണ്ടി പിരിവിന് പോവാൻ, ഭഗവാന് വേണ്ടി അന്നദാനത്തിന് ചോറ് വിളമ്പാൻ, ഭഗവാന് വേണ്ടി ശ്രീകോവിൽ പുതുക്കി പണിയാൻ ഒരു വരുന്ന തലമുറയെ കൂടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈശ്വരമംഗലത്തുള്ള എല്ലാവർക്കും ഉണ്ട്, എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൂടി ചെയ്യുമ്പോഴേ ഭഗവാനോട് നിങ്ങൾക്ക് പൂർണ്ണ സമർപ്പണം ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണോ മാർക്കണ്ഡേയൻ എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആ മഹാകാലനായിട്ടുള്ള ഭഗവാൻ തന്നെ സ്വയം മൃത്യുവിനെ ഭഗവാന്റെ വരദാനമായിട്ട് ചിരഞ്ജീവി അവകാശം മുഴുവൻ നൽകി അനുഗ്രഹിച്ചത്. അതുപോലെ വരുന്ന നമ്മുടെ തലമുറയിലുള്ള കുട്ടികളെ മാർക്കണ്ഡേയന്മാരായിട്ട് വളർത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണോ നമഃശിവായ എന്ന മന്ത്രത്തിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും. ഈ എളിയ പ്രഭാഷണം ഭഗവാന്റെ ഒരു ധ്യാന ശ്ലോകം വായിച്ച് എന്നിട്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല, എങ്കിലും ഈ ഒരു ധ്യാനം വളരെയധികം പ്രസിദ്ധമാണ്. സാധിക്കുമെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ബോർഡൊക്കെ ഈ ഒരു ധ്യാനം വെക്കാൻ സാധിക്കുമെങ്കിൽ, ആർക്കെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. ഈ ധ്യാനം ഭഗവാന്റെ വിശ്വരൂപമാണ് കാണിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് പോവാം. നിങ്ങൾക്കത് നിത്യജലത്തിനൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഭഗവാന്റെ വിശ്വരൂപ ധ്യാനം. നമ്മൾ പൊതുവിൽ വിശ്വരൂപം എന്ന് പറഞ്ഞു കേട്ടാൽ എപ്പോഴും ഗുരുവായൂരപ്പൻ പാർത്ഥസാരഥിയായി നിന്ന് അർജുനന്റെ മുമ്പിൽ കുറെ തലയും കയ്യൊക്കെ ഉള്ള രൂപമായിട്ട് കണക്കാക്കും. അത് മാത്രമല്ല വിശ്വരൂപം, ലോകം മുഴുവൻ ഭഗവാൻ നിറങ്ങി നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വരൂപം. ഇവിടെ മഹാദേവന്റെ വിശ്വരൂപ സങ്കല്പം പറയുന്നു. പീഠം യസ്യ ധരിത്രി ജലതര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവന്യർഘനേത്രം കുക്ഷി സപ്തസമുദ്രം ഭുജഗിരിശിഖിരം സപ്തപാതാളപാദം വേദം പത്രം ഷഡംഗം ദശദിശവസനം ദിവ്യലിംഗം നമാമി. അർത്ഥം, ഈ ഭൂമി തന്നെ ശിവലിംഗത്തിന്റെ പീഠമാണ് എന്ന് കരുതിക്കോളൂ.
എന്നാൽ ഈ പീഠത്തിന്റെ മുകളിലിരിക്കുന്ന ആകാശം, നമ്മൾ നോക്കിയാൽ കാണുന്ന ഈ ആകാശം ശിവലിംഗം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ആ ആകാശത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന മേഘങ്ങൾ ഭഗവാന് ധാര ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കുടങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ആ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ആ ശിവലിംഗത്തിൽ ചാർത്തിയിട്ടുള്ള നക്ഷത്രങ്ങൾ കൊണ്ടുള്ള മാലയാണ് എന്ന് മനസ്സിലാക്കുക. ഈ ആകാശത്തിൽ കാണുന്ന ഗ്രഹങ്ങൾ ആ ശിവലിംഗത്തിൽ അർച്ചിക്കപ്പെട്ടിട്ടുള്ള പൂക്കളാണ് എന്ന് മനസ്സിലാക്കുക. ആകാശത്തിൽ കാണുന്ന ചന്ദ്രൻ, സൂര്യൻ, അഗ്നി ഭഗവാന്റെ 3 കണ്ണുകളാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ വയറാണ് ഈ ലോകത്ത് കാണുന്ന മുഴുവൻ സമുദ്രങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ ഷോൾഡേഴ്സ്, ഭഗവാന്റെ തോളാണ് ലോകത്ത് കാണുന്ന മുഴുവൻ പർവ്വതങ്ങളും എന്ന് മനസ്സിലാക്കുക. വേദം ഭഗവാന്റെ മുഖമാണ് എന്ന് മനസ്സിലാക്കുക. ഈ കാണുന്ന ദിക്ക് മുഴുവൻ ഭഗവാന്റെ വസ്ത്രമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ദിവ്യലിംഗത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ സ്തുതി പറയുന്നത്. ലോകം മുഴുവൻ ഒരു ശിവലിംഗമായിട്ട് കാണാനുള്ള ധ്യാനമാണ്. വളരെ പ്രസിദ്ധമാണ്. നിത്യജപത്തിനൊക്കെ ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഞാൻ ഇത്ര സ്പീഡിൽ ഒരു പ്രഭാഷണം ഇതുവരെ നടത്തിയിട്ടില്ല. വളരെ സ്പീഡിലാണ്. 1 മണിക്കൂർ കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് കൊണ്ട് പറഞ്ഞു തീർത്തത്. അത് പരിഭവമുള്ള ആൾക്കാർ ക്ഷമിക്കുക. മറ്റൊരവസരത്തിൽ കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള അവസരം ഗുരുവായൂരപ്പനായിട്ട് ഉണ്ടാക്കി തരികയാണെങ്കിൽ എനിക്ക് വരുന്നതിൽ സന്തോഷമായിട്ടും കുറച്ചുകൂടെ സമയം കിട്ടിയ നന്നായിരുന്നു അഭിപ്രായം ഉണ്ടായിരുന്നു. തായമ്പക നടക്കാനുണ്ട്. വളരെ വിശേഷമായിട്ടുള്ള തായമ്പക, പഞ്ചതായമ്പക ഞാനൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള വാദ്യകലാകാരന്മാർ കാത്തിരിക്കുന്നു. അവരുടെയൊക്കെ തായമ്പക കേട്ട് ഭഗവാന്റെ ഉത്സവമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ച് വളരെ ഭംഗിയായി ഈശ്വരമംഗലത്ത് ഭഗവാനെ ഇന്ന് തൊഴുത് നിങ്ങൾക്ക് ഈ ഒരു ജന്മം എങ്ങനെയാണോ ശങ്കരാചാര്യസ്വാമി പറഞ്ഞതുപോലെ അതുപോലെ ശിവനായി തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈശ്വരമംഗലത്തപ്പനോടും ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ പ്രഭാഷണം ഈശ്വരമംഗലത്തപ്പന്റെയും ഗുരുവായൂരപ്പന്റെയും പ്രകാരത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.